ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെൻ്റെ പട്ടി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് നല്ല പനിയുണ്ട്. അല്ലെങ്കിലും എൻ്റെ സൗണ്ട് പാറയിൽ വരച്ച പോലെയാണ്. ഒരു കൂറ ലുക്കിലാണ് ഗൈസ് ഇന്ന് ഞാനും അമ്മയും കൂടെ പുറത്ത് പോകാൻ പോണത്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വീട്ടിൽ അടുക്കളയിലേക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കണം. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് ഉള്ള കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ തവാനി പോയി വാങ്ങിക്കാറുണ്ട്. വെഞ്ഞാറമൂടാണ് തവാനി. അത്യാവശ്യം ഓഫർ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഉണ്ട്. അല്ലാതുള്ള ഐറ്റംസിനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ എത്തി. നല്ല വെയിലുണ്ട് കേസ്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. നമ്മൾ പൊള്ളിപ്പോവും. ഏകദേശം ഒരു 10-11 മണിയായിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇത് ഞാൻ 2-3 ദിവസത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പനി ആയതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ തവാനിലോട്ട് കയറി. ഇനി 2 ഐറ്റം ആയാലും 3 ഐറ്റം ആയാലും അവിടെ ചെന്നിട്ട് ഈ ട്രോളി എടുക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഗൈസ്. ട്രോളി എടുത്താലേ ശരിയാവുള്ളൂ. പക്ഷേ 1-2 ഐറ്റം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ട്രോളി നിറച്ച് സാധനമായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അതാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പിംഗ് മാളിൽ, നമ്മുടെ ലുലു മാളിലൊക്കെ ചെന്നുള്ള പ്രശ്നം ഇതാണ്. പോക്കറ്റ് കാലിയാവുന്നത് അറിയത്തേ ഇല്ല. ഞാൻ എവിടെ ചെന്നാലും ആദ്യം കുറേ നേരം ആ ട്രോളിയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. ഈ കറങ്ങി നടപ്പാണ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വലിച്ചു വാരി എടുക്കുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പിനെ ഒഴിച്ച് എല്ലാം കിട്ടുമെന്ന്. അത് കണക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരുവിധം എല്ലാം ഉണ്ട്. അത്യാവശ്യം തിരക്ക് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഓഫറൊന്നും ഉള്ള ദിവസമല്ല. അമ്മ ഇവിടെ പൊന്നൂട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ നോക്കുവാണ്. ഹെൽത്ത് മിക്സാണ്. പൊന്നൂട്ടി ഫുഡൊന്നും കഴിക്കാറില്ലാത്തതുകൊണ്ട് ഹോമിയോയിലെ ഡോക്ടർ പറഞ്ഞ് ഹെൽത്ത് മിക്സ് കൊടുക്കാൻ. ഞാൻ ഒരു പാക്കറ്റ് മാഗി എടുത്തു. വലിയ പാക്കറ്റ് വാങ്ങിച്ച് വെക്കാറില്ല. കുറേ നാളെ അവൾക്കൊരു മാഗി വാങ്ങിച്ച് കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ഒരു പാക്കറ്റ് എടുത്തത്. പിന്നീടാണെങ്കിൽ ഫ്രഷ്നറും എടുത്തായിരുന്നു. അത് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും വാങ്ങിക്കാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. ഒരു കുട്ടിയൊക്കെ അവിടെ നിന്ന് കരയുന്നുണ്ട്. അതിന് ചോക്ലേറ്റിന് എന്തിനു വേണമെന്ന് തോന്നുന്നു. അതവിടെ നിന്ന് കരയുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഓഫർ വരുന്നതെന്ന് പറയുന്നത് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനുമാണ് കേട്ടോ. സവാള, ഉള്ളി അതുപോലുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ വരാറുണ്ട്. ലഡു, പല കളറിലുള്ള ലഡു, ജിലേബി എല്ലാം ഇരിപ്പോട്ട്. ഒന്നും മേടിച്ചില്ല. മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വാങ്ങിച്ചാൽ അമ്മ കഴിക്കില്ല, പൊന്നൂട്ടി കഴിക്കില്ല. പിന്നെ ഇത് മൊത്തം ഞാൻ കഴിച്ച് തീർക്കേണ്ടി വരും. മധുരമൊക്കെ കഴിച്ച് ഞാനൊരു പരുവത്തിലിരിക്കുവാണ് ഇപ്പം തന്നെ. അത് കഴിഞ്ഞ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. തവാനിയുടെ തൊട്ടപ്പുറത്തൊരു ജ്യൂസ് വേൾഡ് കയറി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഒരു കരിക്കും പറഞ്ഞു, ഞാൻ ഒരു ഇളനീർ ഷേക്കും പറഞ്ഞു. അമ്മയ്ക്ക് കരിക്കൊക്കെ വെട്ടിക്കൊടുത്ത് പുള്ളി എന്തോ പേര് ഞാൻ മറന്നുപോയി ആ കടയുടെ. എന്തോ ഖുറേഷി ജ്യൂസ് വേൾഡ് എന്നും കണ്ടോ മറ്റോ ആണ്. അമ്മ കരിക്ക് കൊള്ളാമെന്ന് വെച്ചപ്പോൾ അമ്മനും കുഴപ്പമില്ല, മധുരമില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ഇളനീർ ഷേക്ക് അടിച്ച് തന്നു ഗേസ്. ഇതുപോലെ വൃത്തികെട്ട ഒരു ഷേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ചിട്ടില്ല. പുളിയാണോ, മധുരമൊന്നുമില്ല, പുളിയാണോ, ഒരു ടേസ്റ്റും ഇല്ല. എന്താണതെന്ന് എനിക്കറിയാൻ വയ്യ. അവരിങ്ങനെയാണ് ആൾക്കാർക്ക് ഷേക്ക് അടിച്ച് കൊടുക്കുന്നതെങ്കിൽ മിക്കവാറും അടി വാങ്ങിക്കാത്ത തന്നെ ഭാഗ്യം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു മില്ലുണ്ട് കേട്ടോ. അവിടെ വന്ന് കുറച്ച് മാപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അവിടെ പല ഫ്ലേവർ മാപ്പൊടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഓറഞ്ച് കളറിലിരുന്ന് ക്യാരറ്റിൻ്റെ ഫ്ലേവറോ മറ്റാണെന്ന് തോന്നുന്നു, അതും മേടിച്ച് ഞാനും അമ്മയും കൂടെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.